അടുത്തതായിട്ട് സിഗ്നലിംഗ് സിസ്റ്റം 7 ആണ്. SS7 എന്നുള്ള പോർഷനാണ് അടുത്തായിട്ട് നമുക്കുള്ളത്. അതിലാദ്യം എന്താണ് സിഗ്നലിംഗ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കോൾ കമ്പോണൻസിലൂടെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഈ സിഗ്നലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ PSTN ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ സിഗ്നലിംഗ് വി എക്സ്ചേഞ്ച് സിഗ്നലിംഗ് വിത്ത് നെറ്റ്വർക്ക് എലമെൻറ്റ്സ് ഓൾ ദ ടൈം. നമ്മളെല്ലാ സമയത്തും നെറ്റ്വർക്ക് എലമെൻറ്റ്സിലൂടെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, സിഗ്നലിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. SS7 ഈസ് മീൻ ബൈ വിച്ച് എലമെൻറ്റ് ഓഫ് ടെലിഫോൺ നെറ്റ്വർക്ക് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ. ഏത് ടെലിഫോൺ നെറ്റ്വർക്ക് എലമെൻറ്റ്സിലൂടെയാണ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തതായിട്ട് സിഗ്നലിംഗ് സിസ്റ്റം 7 ഈസ് ആൻ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് that defines how network elements in a public switched telephone network exchange information over a digital signaling network. ഒരു ഡിജിറ്റൽ സിഗ്നലിംഗ് നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ഒരു PSTN നെറ്റ്വർക്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് ഇത് കാണിക്കുന്നു. അതായത് ഇതൊരു ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് ഈ SS7 എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ഘടകങ്ങൾ എങ്ങനെയാണ് വിവരങ്ങൾ കൈമാറുന്നത് എന്ന് നിർവചിക്കുന്ന ഒരു അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് ഈ SS7 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓരോ SS7 നെറ്റ്വർക്കിലെ നോഡുകളെ നമ്മൾ സിഗ്നലിംഗ് പോയിൻ്റ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SS7 network is a data network used privately by telecommunication operators. ടെലികമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റേഴ്സ് വളരെ പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ നെറ്റ്വർക്കാണ് ഈ SS7 നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ആഗോള തലത്തിലുള്ള നെറ്റ്വർക്കാണ്, ഗ്ലോബൽ നെറ്റ്വർക്കാണ്. ക്യാൻ ബി കൺസിഡേർഡ് ടു ബി പ്രൈവറ്റ്. വളരെ പ്രൈവറ്റായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇൻ്റർനെറ്റിനെ അപേക്ഷിച്ച് ഇതിലേക്ക് മറ്റൊരാൾക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. എനിബഡി കനോട്ട് കണക്ട് എ ഡിവൈസ് ഇൻ ടു ദിസ് നെറ്റ്വർക്ക്. ആസ് ഇറ്റ് ഈസ് പ്രൈവറ്റ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സെക്യൂർഡ്. അതുകൊണ്ട് തന്നെ ഇത് സ്വകാര്യമായതുകൊണ്ട് തന്നെ ഇത് സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ സെക്യൂരിറ്റി ഇൻ SS7 നെറ്റ്വർക്ക് ഈസ് റോബസ്റ്റ് ആൻഡ് ഇമ്പോസിബിൾ ടു ബ്രേക്ക്. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇത് റോബസ്റ്റ് ആണ്, അത് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ SS7 സെക്യൂരിറ്റി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ സം കീ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്, SS7ൻ്റെ കീ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. അടുത്തത് ഇതിൽ രണ്ടോ സിഗ്നലിംഗ് ഉണ്ട്. ഒന്ന് ഔട്ട് ഓഫ് ബാൻഡ് സിഗ്നലിംഗ്, പിന്നെ ഇൻ ബാൻഡ് സിഗ്നലിംഗ്. ഈ ഔട്ട് ഓഫ് ബാൻഡ് സിഗ്നലിംഗ് എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നലിങ്ങിൻ്റെ വിവരങ്ങൾ നമ്മളൊരു ടെലിഫോൺ കോളിങ്ങിൻ്റെ അതേ ചാനലിനുള്ളിലല്ലാതെ തന്നെ ഒരു പ്രത്യേക ചാനലിൽ കൂടി സഞ്ചരിക്കുന്നു. അതായത് 56 or 64 kbps ചാനലിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഔട്ട് ഓഫ് ബാൻഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് SS7 യൂസസ് ഔട്ട് ഓഫ് ബാൻഡ് സിഗ്നലിംഗ്, വിച്ച് മീൻസ് ദാറ്റ് സിഗ്നലിംഗ് information travels on a separate dedicated 56 or 64 kbps channel rather than within the same channel as the telephone call. അതായത് the signaling for a telephone call has used the same voice circuit that the telephone call traveled on. ഒരു ടെലിഫോൺ കോളിനുള്ള സിഗ്നലിംഗ് ടെലിഫോൺ സഞ്ചരിച്ച അതേ വോയിസ് സർക്യൂട്ട് ഉപയോഗിച്ച് തന്നെ നടക്കുമ്പോഴാണ് ഈ ഔട്ട് ഓഫ് ബാൻഡ് സിഗ്നലിംഗ് ഇൻ ബാൻഡ് സിഗ്നലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ബാൻഡ് സിഗ്നലിങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക്കലി സിഗ്നലിംഗ് ഫോർ എ ടെലിഫോൺ കോൾ ഹാസ് യൂസ്ഡ് ദ സെയിം വോയിസ് സർക്യൂട്ട് ദ ടെലിഫോൺ കോൾ ഈസ് ട്രാവൽഡ്. ടെലിഫോൺ കോൾ സഞ്ചരിച്ച അതേ സർക്യൂട്ട് ഉപയോഗിച്ച് തന്നെ നമ്മൾ സിഗ്നലിംഗ് നടത്തുന്നു. അതാണ് ഇൻ ബാൻഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. SS7 ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കോളുകൾ കൂടുതൽ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാനും കാര്യക്ഷമമായി സഞ്ചരിക്കാനും അതുപോലെ തന്നെ കോൾ ഫോർവേഡിങ്ങും വയർലെസ് റോമിങ്ങും
അങ്ങനെയുള്ള പ്രത്യേക സേവനങ്ങൾ കൂട്ടിച്ചേർക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ നമുക്ക് കൂടുതൽ എളുപ്പമാവുന്നു ഈ SS7 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. അടുത്തായിട്ട് വരുന്നത് സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7ൻ്റെ ഇത് കൺസിസ്റ്റ് ചെയ്യുന്ന SS7 കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് റിസർവ്ഡ് ഓർ ഡെഡിക്കേറ്റഡ് ചാനൽസ് നോൺ സിഗ്നലിംഗ് ലിങ്ക്സ്. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന കുറച്ച് ചാനൽസ് സിഗ്നലിംഗ് ലിങ്ക്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. സിഗ്നലിംഗ് ലിങ്ക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 3 kinds ഓഫ് നെറ്റ്വർക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ സിഗ്നലിംഗ് പോയിൻറ്റ്സിന് 3 തരത്തിലുണ്ട്. അത് സർവീസ് സ്വിച്ചിങ് പോയിൻറ്റ്സ് SSPs, സിഗ്നൽ ട്രാൻസ്ഫർ പോയിൻറ്റ് STPs, സർവീസ് കൺട്രോൾ പോയിൻറ്റ് SCPs, അങ്ങനെ 3ആയിട്ട് നമ്മളിതിനെ പറയുന്നു. അത് അടുത്ത ഈ ബേസിക് സിഗ്നലിങ്ങിൻ്റെ ആർക്കിടെക്ചറിൽ അത് കാണിച്ചിരിക്കുന്നത് 2 നെറ്റ്വർക്ക് ആണ്. ഈ 2 നെറ്റ്വർക്കിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന YX എന്നുള്ളത് STP ആണ്. അതുപോലെ തന്നെ WX എന്ന് പറയുന്ന ഒരു STP ആണ്. YZ എന്ന് പറയുന്നത് STP ആണ്. ഈ STPകളിൽ തമ്മിൽ പെയർ ചെയ്തിരിക്കുന്നു. അതിന് നമ്മൾ മേറ്റഡ് പെയർ എന്ന് പറയും. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് അടുത്ത പേജിൽ കാണിച്ചിരിക്കുന്നത്. STPs W and X perform identical functions. They are redundant. Together they are referred to as mated pair of STPs. STPsൻ്റെ mated pair എന്ന് അറിയപ്പെടുന്നു. അതുപോലെ സിമിലർലി Y and Z ഓൾസോ ഒരു mated pair ആണ്. ഒരു SSPക്ക് STPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്ഫർ പോയിൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ SSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ സർവീസ് സ്വിച്ചിങ് പോയിൻറ്റ്സ് ആണ് SSP എന്ന് പറയുന്നത്. അപ്പോൾ ഈ LMPQ എന്ന് കാണിച്ചിരിക്കുന്നത് SSPs ആണ്. ഇവയെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന WX, YX എന്നിവ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിനെ നമ്മൾ ക്വാഡ് എന്നാണ് പറയുക. ക്വാഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ ഓരോ SSPക്കും 2 ലിങ്കുകളുണ്ട്. ഒന്ന് ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ജോഡിയുടെ ഓരോ ലിങ്ക്, ഓരോ കണക്ഷൻസ്. ഈ ഓരോ കൂടിച്ചേർത്തിരിക്കുന്ന STPകൾ നമുക്ക് റിഡൻഡൻ്റ് ആണ്, അതായത് അനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ലിങ്കിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ തുല്യമായിട്ട് പരിഗണിക്കും. കൂടിച്ചേർന്ന ജോഡികളുടെ STPകൾ നമുക്ക് അനാവശ്യമായതിനാൽ ഒന്നുകിൽ ലിങ്കിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ ഒന്നുകിൽ STPയിലേക്ക് അല്ലെങ്കിൽ അത് തുല്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. SCPs are usually deployed in pairs. Signaling architectures such as this, which provide indirect signaling paths between network elements, are referred to as providing quasi-associated signaling. അടുത്തതായിട്ട് layers of the SS7 protocol. ലെയേഴ്സ് ഓഫ് SS7 പ്രോട്ടോക്കോളിൽ വരുന്നത് മെസ്സേജ് ട്രാൻസ്ഫർ പാർട്ട് 1, അതായത് MTP1, MTP2, MTP3. പിന്നെ സിഗ്നലിംഗ് കണക്ഷൻ കൺട്രോൾ പാർട്ട്, ട്രാൻസാക്ഷൻ കേപ്പബിലിറ്റീസ് ആപ്ലിക്കേഷൻ പാർട്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ പാർട്ട്, IN ആപ്ലിക്കേഷൻ പാർട്ട്. അങ്ങനെയാണ് ഇതിനെ SS7 പ്രോട്ടോക്കോളിന് ലെയേഴ്സായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇത്രയാണ് ഈ SS7 സിഗ്നലിംഗ് നെറ്റ്വർക്കിംഗ് SS7 സെക്യൂരിറ്റി എന്ന പോർഷനിൽ നമുക്ക് മെയിനായിട്ട് ഉള്ള പോയിൻറ്റ്സ്.